പക്ഷെ നീ ഏഴാം ക്ലാസ് വിചാരിച്ചിട്ടല്ല. മര്യാദയ്ക്ക് വെളുപ്പ് പൊളിച്ചടാ, അല്ലെങ്കിൽ അപ്പൊ അടിക്കാവും. നീ വെളുപ്പ് പൊളിച്ചിട്ട് ഞാൻ കാണിച്ചു തരായിരുന്നു. നീ ഏഴാം ക്ലാസ് ആയതുകൊണ്ടല്ല ഞാൻ ഉയരം കുറഞ്ഞു. ഞാൻ ആടാകൊണ്ടാ, അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഉയരം കുറയൂലായിരുന്നു. നീ മിണ്ടായിരുന്നു. നമുക്ക് ഫ്രണ്ട്സ് ആയാലോ? നമുക്ക് നല്ല കൂട്ടുകാരാവോ സോനു? മൂത്തോരെ പേര് വിളിക്കാൻ പറ്റില്ലാൻ കഴിയൂലേ? എന്നെ സോനു വേണ്ടാ വിളിക്കടാ. ഞാൻ വിളിക്കും, പക്ഷെ നീ വിളിക്കണം, അല്ലെങ്കിൽ ഒരിക്കലും വിളിക്കൂല. പിന്നെ വാക്ക് ഭാര്യ പോലും ഉണ്ടാവൂല. പിന്നെ നീ കരിയേണ്ടി വരും. ഞാൻ വിളിക്കും, പക്ഷെ നീ വിളിക്കണം. ഞാൻ വിളിക്കുന്നത് നീ വിളിച്ചില്ലെങ്കിൽ പ്രശ്നമില്ലല്ലോ. അത് എന്റെ കാരണം കൊണ്ടായിരിക്കും. എന്റെ പപ്പ വേറെ പോയി അറിയില്ലല്ലോ. എന്റെ പപ്പ മിക്കവാറും മോൾക്കതേയായിരിക്കും. ഞാന് പോയി നോക്കട്ടെ. ഏറ്റവും മുകളിലായിരിക്കല്ലോ മേജർ ഉണ്ടാവാ. ഈ ഓഫീസിൽ അണ്ടർഗ്രൗണ്ട്. നിന്റെ പപ്പ അതായി ഇറങ്ങി വരുന്നു. നിന്റെ പപ്പ ഏറ്റവും മുകളിലാണ്, കാരണം പപ്പ മേജറാ. മോനെ, ഞാൻ അടിച്ചു വാരി കയ്യിലേക്ക്. നമുക്ക് വേഗം വീട്ടിലേക്ക് പോവാം. ചോറും കറിയും തിന്നാൻ കൊതിയാവുന്നുണ്ട്. നിന്റെ പപ്പ ഈ ഓഫീസിലത്തെ മാനേജർ ആണല്ലേ? ദാ ഫുള്ള് പൊടിയൊക്കെ ആയി വരുന്നു. ഇയാളെന്താ തമിഴ്നാട്ടുകാരനാ? പപ്പ പപ്പ എന്നോട് പറഞ്ഞു പപ്പ ഈ ഓഫീസിലെ മാനേജർ ആണല്ലേ? ആണ്, ഞാൻ മേജർ തന്നെയാണ്. അത് എന്റെ ഇഷ്ടവുമാണ്. അത് അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. അതാർക്കും മാറ്റാനും പറ്റില്ല. അതെങ്ങനെയാ പപ്പ? സോനു എന്നോട് പറഞ്ഞിട്ടല്ലോ. ഞാൻ അടിച്ചു വാരുന്നതിൽ മേജർ ഞാനാണ്. അതാണ് എന്റെ രഹസ്യം. നിന്റെ മാനം പണ്ടേ പോയതല്ലേ? നീ കാരണം ഇപ്പൊ എന്റെ മാനം കൂടി പോയി. മോനെ, നമ്മക്ക് എന്തായാലും ഇപ്പൊ പുറത്തോട്ട് പോവാ. ചോറും കറിയും തിന്നണം.